ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേ ഹാഫ് ഡേ ഇൻ മൈ ലൈഫിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ കുക്കിംഗ് തന്നെയാണ്. കുക്കിംഗ് ആണ്. അപ്പോൾ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമല്ല ഇത്. വേറൊന്നുമല്ല, ഞാൻ ഇന്ന് പുട്ടും പൊട്ടാറ്റോ കറിയും അതുപോലെ പപ്പടവും മുട്ട പുഴുങ്ങിയതും ആക്കാമെന്ന് കരുതി രാവിലെ. ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇവ ട്രിപ്പ് പോകുന്ന ദിവസമാണ് November 14th. അപ്പോൾ November 14th അല്ലേ ഇന്ന്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ ടു ഓൾ കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം ഒരുപാട് ദിവസം വൈകും, അപ്പോൾ ബിലേറ്റഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമുക്ക് പുട്ട് ഞാൻ നനച്ച് വെച്ചു. പിന്നെ ഇപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ കറി, കുക്കർ പൊട്ടറ്റോ കറിയാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ മറ്റേ പൊട്ടറ്റോ കറിയില്ലേ, ഭയങ്കര കാര്യമായിട്ട് കുക്കറിലെ പൊട്ടറ്റോ വേവിച്ച് പിന്നെ പൊട്ടറ്റോനെ എടുത്തിട്ട് അപ്പുറത്തിട്ട് ഇപ്പുറത്തിട്ട് അതിനുള്ള സമയമൊന്നും നമുക്കില്ലടിയേ. നമ്മൾ പണ്ട് ജോബിന് പോയി ചെയ്തിരുന്നപ്പം എങ്ങനെ നമ്മൾ ചെയ്യുന്നോ അതേ മെത്തേഡ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യണത്. ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്തിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും കോൾ വന്നിട്ട് നമ്മൾ അവിടേക്ക് ചെല്ലേണ്ട വരുന്നത്. അപ്പം ഭയങ്കര എന്താ പറയുന്നത്, ലെങ്തി അല്ലെങ്കിൽ നമ്മൾ ലോങ് പ്രോസസ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സമയം നമുക്ക് കാണില്ല. ചില പാതി വെച്ചിട്ടിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില മെത്തേഡാണെന്നുണ്ടെങ്കിൽ സംഭവം പെട്ടെന്ന് കഴിയും. അപ്പോൾ അതെ, നമ്മുടെ പൊട്ടറ്റോ, കഴുകിയ പൊട്ടറ്റോയിലേക്ക് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത സവാള, അതിനുശേഷം നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെജിറ്റബിൾ മസാല, കുറച്ച് മല്ലിപ്പൊടി. എൻ്റെ മല്ലിപ്പൊടി തീർന്നു, പക്ഷേ മല്ലിപ്പൊടി റീഫിൽ ചെയ്യാനുള്ള ടൈം എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇല്ലാത്ത കൊണ്ടിട്ട് ഞാൻ ആ മെനക്കെട്ട പണിക്ക് പോകുന്നില്ല. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഒരു വെജിറ്റബിൾ മസാല അല്ല, ഒരു മാഗിയുടെ വെജിറ്റബിൾ ക്യൂബ് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, ആ ടേസ്റ്റ് അങ്ങ് പോവും. ഹൈ ഫ്ലെയിമിൽ ഒരു വിസൽ, ലോ ഫ്ലെയിമിൽ 2 വിസൽ. കുക്കറിൻ്റെ ഫുൾ വെയിറ്റ്, അതായത് അതിൻ്റെ ആ ഒരു സ്റ്റീം പോകത്തില്ലേ വെയിറ്റിൽ നിന്ന്, ആ സമയത്ത് കുക്കർ തുറക്കാവൂ കേട്ടോ. നല്ല അടിപൊളി കറി റെഡി, പൊട്ടാറ്റോ കറി റെഡി ആയിരിക്കും. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് പൊട്ടറ്റോ കറി ഉണ്ടാക്കിയിരുന്നപ്പോഴേ ആദ്യം പൊട്ടറ്റോ വേവിക്കും കുക്കറിലിട്ടിട്ട്, പിന്നെ അപ്പുറത്ത് കടുക് പൊട്ടിച്ചിട്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും അന്നൊന്നും ഇറങ്ങിയിട്ടില്ല. അതായത് ഒരു 10-20 വർഷം മുന്നൊക്കെ ഉണ്ടാവുമായിരിക്കാം. എൻ്റെ വീട്ടിലൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ലായിരുന്നു അന്ന്. അപ്പം ഇങ്ങനെ പാവം അമ്മൂമ്മ ജിഞ്ചർ, അതുപോലെ തന്നെ ഗാർലിക്ക്, അതുപോലെ തന്നെ മറ്റേ ചുവന്നുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ചിട്ട്, അപ്പം ഞാൻ ഓർക്കോട്ടോ, എൻ്റെ ദൈവമേ ഇത് എന്തൊരു വലിയൊരു കുരിശാണെന്നൊക്കെ ഓർക്കുമായിരുന്നേ. അതുകൊണ്ടിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തായിരുന്നു, ഈ പൊട്ടറ്റോ കറിയൊക്കെ എനിക്ക് ജീവിതകാലത്ത് ഉണ്ടാക്കാനുള്ള സമയവും കിട്ടുമോ? കാരണം ഇത്രയും വലിയ നീട്ടത്തിലുള്ള പ്രോസസ്സാണ്. നമുക്കല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ സമയം വേണ്ടേ? ഈ പൊട്ടറ്റോ കറി ഉണ്ടാക്കി വീട്ടിലിരുന്നാൽ മതിയോ? ഇല്ലല്ലോ. പക്ഷെ ഇപ്പം ഞാൻ തന്നെയല്ല, നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണേ ഒരു കാര്യം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ ആ ഒരു മെത്തേഡ് മാറ്റി പിടിക്കാമല്ലോ. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ആർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നാലും എൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പയറും പരിപ്പൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം പരിപ്പിലൊക്കെ വെള്ളം ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ടിട്ട് പരിപ്പൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ കൂന്തലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വീട് മൊത്തം പുകയാക്കിയിട്ടുണ്ട് ആദ്യ കാലങ്ങളിൽ. ഞാൻ അവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരുന്നു, അപ്പം അമ്മാതിരി കാര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ലിറ്ററലി എന്നെ ആരും വന്നിട്ട് എന്നെ സഹായിച്ചിട്ടില്ല. പിന്നെ ഹസ്ബൻഡും സഹായിച്ചിട്ടില്ല. അവരൊക്കെ വിചാരിച്ചിരുന്നത് എൻ്റെ അഭിനയമാണെന്നാണ്, എനിക്കറിയാൻ പാടില്ലാത്തത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അവരുടെയൊക്കെ വിചാരം നമ്മളങ്ങനെ കുക്കിംഗ് അറിയില്ല എന്ന് പറയണം, നമുക്ക് ഭയങ്കര പ്രൗഡാണെന്നായിരുന്നു കേട്ടോ. പക്ഷേ അറിയാത്ത കാര്യം നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയണ്ടേ. പിന്നീട് ഞാൻ പഠിച്ചു. ഇപ്പം അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ ആവശ്യത്തിന് പുള്ളിക്കാരനും കുട്ടികൾക്കും നല്ല രീതിയിൽ ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കും. അല്ലാതെ പക്ഷെ ഇപ്പം ആൾക്ക് മനസ്സിലായി എനിക്ക് അറിയാതിരുന്നിട്ട് തന്നെയാണെന്ന് കേട്ടോ. അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്തൊരു ദുഷ്ടനായിരുന്നു ഇവരൊക്കെ എന്ന്. കാരണം നമ്മൾ ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യണ്ടേ. കിച്ചണിലാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ എന്തെങ്കിലും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടുത്ത് വന്നിട്ടൊന്ന് എന്തായി എന്നൊന്ന് ചോദിക്കാനുള്ള ഒരു മനോഭാവം പോലും ഉണ്ടാവില്ല ചിലവർക്ക്. അങ്ങനത്തെ ഹസ്ബൻഡൊക്കെ ആയിരുന്നു കേട്ടോ ഒരു കാലത്ത് പുള്ളിക്കാരൻ. പിന്നെ ഇപ്പം മാറ്റം വന്നു. ഞാൻ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് വലുതായി കഴിഞ്ഞപ്പോൾ മാറ്റം വന്നു. ഇപ്പം മാറ്റം വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാരണം ഞാൻ കുക്കിംഗ് എല്ലാം ഒരുവിധം പഠിച്ചു. ഇനിയിപ്പോൾ മാറ്റം വന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും എനിക്കില്ല. അപ്പോൾ അതൊക്കെ ഒരു കാര്യം. അയ്യോ, ഞാൻ പരദൂഷണം പറയുകയാണെന്ന് വിചാരിക്കരുത്, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാട്ടോ. പുള്ളി കേൾക്കുന്നുണ്ടല്ലോ, പുള്ളി അതില്ലെന്ന് പറയത്തുമില്ല. സത്യമാണ് ഞാൻ പറയണ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ആവശ്യമില്ലാത്ത നുണയൊന്നും പറയുമൊന്നുമല്ല. പുള്ളിയുടെ വീട്ടുകാരും വിചാരിച്ചിട്ടുണ്ട് ഭയങ്കര പക്ക അഭിനയമാണ്. കാരണം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാനും കാര്യത്തിനൊക്കെ എൻ്റെ വീട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പ്രായത്തിൽ 21-20 വയസ്സൊക്കെയാണ്. ആ സമയത്ത് നമ്മൾ പഠിച്ചിരുന്ന സമയമൊക്കെ ആയിരുന്നു. അത് മേ ബി ഒരു തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല. നമ്മളെല്ലാം ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു അമ്മയായിട്ടല്ലല്ലോ നമ്മൾ വരുന്ന പുറത്തേക്ക്. നമ്മൾ ഓരോ
ഓരോ കാലം വരുമ്പോൾ നമ്മൾ ആ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ അമ്മ എന്നുള്ള റോളിൽ വരുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു, വളർത്തുന്നു, അവർക്ക് വേണ്ടി പാചകം ചെയ്ത് കൊടുക്കുന്നു. അതൊക്കെ ഒരു സ്റ്റേജ്, ഒരു എന്താ പറയുക, സ്റ്റേജ് ബൈ സ്റ്റേജ്. അല്ലാണ്ട് പെട്ടെന്ന് നമ്മളൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പോലെ പാത്രങ്ങളൊക്കെ കഴുകി അപ്പം തന്നെ രാവിലെ എണീറ്റിട്ട് കുളിച്ച് തോരനെടുത്ത് അതൊക്കെ അതൊന്നും നടക്കുന്ന കാര്യമല്ല പ്രാക്ടിക്കൽ ലൈഫിൽ നോക്കുമ്പം. അതെല്ലാം ആകും പതിയെ പതിയെ. സ്നേഹം കൊണ്ട് നമ്മളെല്ലാവർക്കും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ എന്താ പറഞ്ഞു വന്നതല്ലേ. ഓക്കെ, നമുക്കിനി അടുത്ത് നമുക്ക് ബീട്രൂട്ട് ഉണ്ടാക്കാം. ഞാൻ ഇനിയിപ്പോൾ ഇത് എന്തായാലും ഡിലീറ്റ് ചെയ്യുന്നില്ല. ഓവറായോ എന്ന് എനിക്കറിയത്തില്ല. ഓവറായെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എൻ്റെ മനസ്സിലെ ചില സഹനങ്ങളുമാണ് ഞാനിപ്പോൾ പുറത്തേക്ക് ഇടയ്ക്ക് എനിക്ക് വരുന്നത്. എന്നിട്ടിപ്പോൾ ഇതേ നമ്മുടെ ബീട്രൂട്ടിൽ അത്യാവശ്യത്തിന് വെജിറ്റബിൾ മസാല, പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നമ്മളുടെ ഇതാണ് പെരിഞ്ജീരകം. മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെജിറ്റബിൾ മസാലയും പെരിഞ്ജീരകവും പിന്നെ അത്യാവശ്യം തേങ്ങയും കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഞെരടുക. അതിലേക്ക് നമ്മളുടെ വെളിച്ചെണ്ണ, ഇതെൻ്റെ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് ബോട്ടിൽ നമ്മൾ ലുലുന്ന് വാങ്ങിച്ചതാണ്. പിന്നെ റീഫിൽ ചെയ്ത് വെക്കും. എനിക്കെന്തോ ഈ ബോട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതാണ് ഞാൻ കളയാത്തത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് അതായത് ഒരു ലോയും ഹൈയും അല്ലാത്ത ഒരു മിഡിലായിട്ടുള്ളൊരു ഫ്ലെയിമിൽ അതൊന്ന് വേവിക്കുക. എന്നിട്ട് അതപ്പം അടച്ചു വെച്ച് അവനായിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പിന്നെന്താ നമ്മളുടെ ഇവയുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഇന്നേഴ്സൊക്കെ അയേൺ ചെയ്യാനുണ്ടായിരുന്നു പറഞ്ഞില്ലേ. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വന്നായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ സെറ എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ സെറയോട് പറയുന്നുണ്ട് കേട്ടോ, മോനെ എന്നെ ചുറ്റിക്കല്ലേ, ഉള്ളത് കഴിക്കുന്നു പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് പുട്ട് വേണ്ട, എനിക്ക് കഞ്ഞി മതി, ഇതാ കിടക്കുന്നു. ഭാഗ്യത്തിന് ചോറുണ്ടായിരുന്ന കൊണ്ടിട്ട് കഞ്ഞി കൊടുത്തു. കാരണം ചില സമയത്ത് കുട്ടികൾ അങ്ങനെ ഉൾട്ടയാവും. പിന്നെ അവരും പറയാം, കൊച്ചുങ്ങളല്ലേ, നമുക്ക് കൂടുതൽ വഴക്ക് പറയാനും പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല ഐസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് വരഞ്ഞു കൊടുത്താലാണല്ലോ ഇവനിൽ മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മല്ലിപ്പൊടി, നേരത്തെ പറഞ്ഞ പോലെ മല്ലിപ്പൊടി തീർന്നിരിക്കുവാണ്. പിന്നെ ഞാൻ റീഫിൽ ചെയ്യാൻ പോയില്ല. ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് നമ്മളുടെ കാശ്മീരി ചില്ലി, ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മളുടെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ആ മിക്സ് ഉണ്ടാക്കിയത്. ഞാൻ ആദ്യം കരുതി നമ്മളുടെ ലൈമിൽ ഉണ്ടാക്കാമെന്ന് കരുതി. ലൈം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പക്ഷേ ലൈമിൽ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ലൈം ഒരുമാതിരി എന്താ പറയുക, എന്നൊന്നും ചെയ്യല്ലേ ആൻറ്റി എന്നുള്ള രീതിയിലിരിക്കുന്ന, ആയക്കുഴി വളഞ്ഞൊടിഞ്ഞ് നശിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ലൈം എടുക്കണ്ട, ആ ലൈം കളയാമെന്ന് കരുതി. പിന്നെ ഇച്ചിരി ഞാൻ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് കുറച്ച് നേരം അരമണിക്കൂറോളം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ചിക്കൻ ലെഗാണല്ലോ, എനിക്ക് സത്യം പറഞ്ഞ് ഈ ലെഗ് വറുത്തെടുക്കുന്ന പരിപാടി ഭയങ്കര മടിയാണ്. ഒന്നാമത്തെ കാര്യം നല്ല വേവ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് കയറണം. പക്ഷേ ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ലെഗ് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള പാക്കറ്റ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം അനുസരിച്ച് ക്ലീൻ ചെയ്തെടുക്കാനൊന്നും സമയമൊന്നുമില്ല. ക്ലീൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് എടുത്തിട്ട് അതിലേക്ക് മസാല ഇടാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ലെഗ് തന്നെ അങ്ങ് എടുത്തു. അതാണ് നമ്മൾ തിരക്കുള്ള ദിവസം നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തും, കിച്ചൺ അടക്കം നമുക്ക് പണി തരും എന്നുള്ളത് വളരെ ഒരു സത്യമായൊരു കാര്യമാണ് കേട്ടോ. രാവിലെ ആണെങ്കിൽ പുട്ട് വേവിക്കുന്ന സമയത്ത് ഭാഗ്യത്തിന് ഇവയ്ക്ക് കൊടുത്ത ആ പുട്ടിൻ്റെ ആ സെഷൻ പെട്ടെന്നായി. അതിനുശേഷം ഞാൻ വേറെ പുട്ടുപൊടിയൊക്കെ ആ ഒരു പുട്ട് മേക്കറിൽ വെച്ചിട്ട് വേവിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിട്ടാണോ ഒരു കാരണവശാലും ആവി വരുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് മാറ്റി വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, രാവിലെ സമയമില്ലാത്ത നേരത്ത് നമുക്കിട്ട് പണി തരുന്ന ആ പുട്ട് മേക്കറും. ഇവർക്കൊക്കെ എന്നോട് എന്താണെന്നാവും ഇത്ര വാശി. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും സെറക്കുട്ടി അവിടെ നിന്ന് ഓരോരോ ഗോഷ്ടി കാണിക്കുന്നുണ്ട്. വീഡിയോ എടുത്ത് തരുന്നത് ഇവ തന്നെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, കട്ട് ചെയ്തിട്ടാണല്ലോ കയറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു വീഡിയോ എടുത്ത് താടി. എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവരുള്ളപ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കെടുത്ത് തന്നു, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ പറഞ്ഞതോണം 2:30 മണിക്ക് അവളുടെ വണ്ടി വരും. അത്ര നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന് എന്തോ ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, ഈ നേരമില്ലാത്ത നേരത്താണോടി നീ ഫ്രണ്ട്സിന് പ്രോമിസ് ചെയ്യാൻ പോയെന്നൊക്കെ ചോദിച്ചു. ഞങ്ങളത് ഏകദേശം ഞാൻ കുളിച്ചു വേറെ ഒന്നല്ല, ആൾക്കൂടെ ടയേർഡായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഇന്ന് പോവാണല്ലോ. അപ്പോൾ അതിനിടയിൽ രാവിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചിക്കൻ വറക്കണം. അതിനുശേഷം ഇവളെ അത് ഞാൻ കൊണ്ടുവന്ന് ആക്കാമെന്നാണ് കരുതിയത്. അപ്പം സെറയുണ്ട് ഇവിടെ. എന്നൊക്കെ സെറ ഭയങ്കര
തച്ചിലിരുന്നിട്ട് ഫോണിൽ ഗെയിം കളിക്കണതാണ്. അതുകൊണ്ടിട്ടാണ് കേട്ടോ പുള്ളിക്കാരത്തി ഭയങ്കര കാമാൻ കൊയറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൊണ്ടാക്കാമെന്നൊക്കെ കരുതി ആദ്യം. പിന്നെ അവർ വേണ്ട, ഇവിടുത്തെ ഓട്ടോ ചേട്ടൻ കൊണ്ടുവന്നതിനെ ആക്കിക്കോളും, അവരോട് ഫ്രണ്ട്സായിട്ട് മീറ്റിംഗ് ഉണ്ടോ അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി അവർ പോയിക്കോട്ടെ, ഞാൻ അത്ര ഫ്രീ ആയി. അപ്പോൾ ഫ്രണ്ട്സായിട്ട് അവരത് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു അവസാന കടമ്പ, അവൾക്ക് ലഞ്ച് കഴിപ്പിച്ചിട്ട് വേണം വിടാൻ. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ ചിക്കൻ വറക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ചിക്കൻ വറക്കാൻ പോകും. അപ്പോൾ അതിനിടയിൽ ഇന്ന് ഒരിക്കലും ഇല്ലാത്തൊരു കറണ്ട് പോലെ ഇവിടെ കറണ്ട് പോയിട്ട് ഇപ്പോൾ ഇൻവെർട്ടറിലാണെന്നുണ്ടെങ്കിലും ചില ലൈനൊന്നും വർക്ക് ചെയ്യത്തില്ല. കിച്ചണിലൊക്കെ ചില ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC ഒന്നും വർക്ക് ചെയ്യില്ല. പ്രത്യേകിച്ച് ഡ്രസ്സ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് AC ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വിയർത്ത് ആകെ ഇതാവുമല്ലോ. അപ്പോൾ അവൾക്കാണ് ഏറ്റവും കൂടുതൽ അത് എഫക്റ്റ് ചെയ്തത്. അപ്പോൾ അവൾ താഴെ വന്നിട്ടുണ്ട്, അവൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്തായാലും ഒരുങ്ങട്ടെ. അപ്പോൾ നമുക്ക് എന്നിട്ട് ചിക്കൻ വറക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. അതിന് ശേഷം ഞാൻ കുളിക്കാനൊക്കെ പോയത്. അപ്പോൾ നമുക്ക് ചിക്കൻ എന്തായാലും വറക്കാം. 2 ചിക്കൻ ലെഗ് വറുത്ത് കൊടുത്ത്, പിന്നെ അതേ ഒരു നമ്മളുടെ നേരത്തെ ബീട്രൂട്ട് മറ്റേത് തോരൻ. പക്ഷെ ഇതൊന്നും എനിക്കിഷ്ടമല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ഇഷ്ടം. പിന്നെ കുറച്ച് ഒരു അച്ചാറും കൂടെ കൊടുത്താൽ അവൾ ഓക്കെയാണ്. അവൾക്ക് ബീട്രൂട്ട് ഉള്ളപ്പോൾ എപ്പോഴും ഇത് നിർബന്ധമാണ്, തൈര് ഇവയ്ക്ക് തോരനുള്ളപ്പോൾ. പക്ഷെ ഇപ്പം ഞാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞു, കാരണം ചിക്കനും ഉണ്ടല്ലോ കൂടെ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വറക്കണ ആ ഒരു കടമ്പിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ പാനിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു. ഇനിയിപ്പം ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം ഒരു പണി എനിക്കുണ്ട് ഇവിടെ ക്ലീനിങ് ഉണ്ട്, പിന്നെ വാഷിംഗ് ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ലവണ്ണം ഉറങ്ങണം. ഞാൻ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സകല പരിപാടികളും തീരും. നാളെ ഒന്നും എനിക്ക് എണീക്കാനേ പറ്റില്ല. അപ്പം സെറയെ ഞാൻ മാത്രമല്ലേ ഇനി ഉള്ളൂ. അപ്പം സെറയ്ക്ക് ഇനിയിപ്പോൾ കഴിക്കാൻ ചോറ് ഇപ്പോൾ അവൾ കഴിക്കില്ല, കാരണം രാവിലത്തെ അവൾ കഞ്ഞി മതി, പുട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഓരോ ദിവസം ഓരോ തോന്നലുകളാണ് പുള്ളിക്കാരത്തേക്ക്. അപ്പം ഇനിയിപ്പം ഉച്ചയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ, കാരണം അതിനിടയിൽ കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് മുകളിൽ വാഷിങ്ങിന് വേണ്ടിയിട്ട് ഇടണം. പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെടിയൊക്കെ നനയ്ക്കണം കുറച്ച് നേരത്തെ, എന്നിട്ട് കിടന്ന് ഉറങ്ങണം. അതാണ് ഇന്നത്തെ പരിപാടി. ഇനിയിപ്പോൾ ഇവ സൺഡേ 6 മണി, വെളുപ്പിന് 6 മണിക്ക് എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 മണിയാകുമ്പോൾ അവളെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഞാൻ എൻ്റെ ഇവ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ പറ്റുമെങ്കിൽ ഇടാം. പിന്നെ ഒന്ന് പ്രെയർ ചെയ്യിപ്പിച്ചിട്ടൊക്കെ വിടണം മെയിനായിട്ട്. അങ്ങനെ ഒരു വലിയൊരു യാത്രയ്ക്ക് പോവല്ലേ. എന്തായാലും അവർക്ക് നല്ലൊരു ത്രില്ലാണ് കേട്ടോ. അവർ ഓൾറെഡി കൂർഗിലെത്തിക്കഴിഞ്ഞു, കൂർഗ് പിന്നെ മൈസൂർ. അപ്പം എന്നോട് ഇന്നലെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു അമ്മ. അവർ ഭയങ്കര ഒരു സന്തോഷത്തിലാണ്, നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും എത്ര വന്നാലും. അപ്പം അതുകൊണ്ടിട്ട് ആൾ ചിരിക്കും അത് നോക്കിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കാണാം. ഓക്കെ, ബൈ. ഒരു ചിക്കൻ പീസ് മതി എന്ന് പറഞ്ഞു ഇവയ്ക്ക്. അപ്പം നമുക്ക് 2 എണ്ണം വറക്കാം. ഒരെണ്ണം സെറയ്ക്കും ഒരെണ്ണം ഇവയ്ക്കും. ബാക്കി ലെഫ്റ്റ് ഓവർ ഒരു 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണം നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് എടുക്കാമെന്ന് കരുതി. നമുക്ക് എന്തായാലും അടച്ച് വെച്ച് വറക്കാം. അപ്പോൾ ഇച്ചിരി അധികം സ്പീഡിന് അത് വെന്തോളും. കുറഞ്ഞ തീയിലിട്ടേക്കാം. അപ്പം അല്ലെങ്കിൽ പിന്നെ ഉള്ളൊന്നും പ്രോപ്പറായിട്ട് വേവില്ലല്ലോ. അപ്പോൾ എന്തായാലും ചിക്കൻ കുട്ടൻ അവിടെ ഇരുന്ന് ആവട്ടെ. അപ്പം വേറെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഏകദേശം കിച്ചണിലെ വർക്ക് കഴിഞ്ഞു. സെറയ്ക്കാണെങ്കിലും രാത്രി ചിക്കൻ കൊടുക്കുകയുള്ളൂ. പിന്നെ അവർക്ക് രാത്രി എന്തെങ്കിലും ദോശ എന്തെങ്കിലും ചുട്ട് കൊടുക്കും. പിന്നെ മറ്റേ സിങ്കിൽ വന്നിട്ടൊരു പാത്രം എൻ്റെ കഴുകാനുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ. അപ്പം അതൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഇനി അവൾ ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്താലേ നമ്മളൊന്ന് ഫ്രീ ആവത്തുള്ളൂ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി മിസ്സാവോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവളപ്പോൾ അവിടെ ഒരുങ്ങുവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ വീഡിയോ അതിൻ്റെ എടുക്കുന്നില്ല. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പം ഇവ എപ്പോൾ കാണാം. ഇവ കുട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുന്ന സമയത്ത് നമുക്ക് ബാക്കി വിശേഷമൊക്കെ പറയാം.
പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഇത് ആഡ് ചെയ്യാം കേട്ടോ. അതായത് അവരുടെ മൈസൂർ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യാം. അത് സ്കൂളിൽ നിന്ന് അയച്ചു തരണം. ഇവർക്ക് ഫോണൊന്നും അലൗഡ് അല്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് അത് അയച്ചു തരുവാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇടാം, ഈ വീഡിയോൻ്റെ കൂടെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിശേഷം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ വന്നിട്ട് നമുക്ക് വിശേഷം കേൾക്കാം. ബൈ. വാ, ഇപ്പോൾ നമുക്ക് ഫുഡ് എടുക്കാം. ചോറ് തൈര് വേണ്ടല്ലോ നിനക്ക്, യാത്ര ഉള്ളതല്ലേ കേട്ടോ. ചോറ് അത്യാവശ്യം കഴിക്കട്ടോ. അധികം വേണ്ടട്ടോ, അധികം വേണ്ട, അധികം വേണ്ട. അയ്യോ, അപ്പോൾ ഈ ചോറ് ആര് കഴിക്കും? അധികം വേണ്ട, കുറച്ച് മതി. മതി മതി, എത്രയെങ്കിലും കഴിക്കും. മതി. ഓക്കെ 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 മതി. ഞാൻ കഴിക്കോ? ഷെറ കഴിക്കോ? ശരി, കുറച്ച് മിനിറ്റ് കഴിക്കൂ. ഇത് ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കൻ വറുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കറുത്തു. ഈ ചിക്കൻ കറി വെക്കണമെന്നാണ് ഏറ്റവും എളുപ്പം. കുറച്ച് അച്ചാറ്, കുറച്ച് മതി. മതി കുറച്ച് മതി എന്ന് പറഞ്ഞില്ലേടാ. അയ്യവാ, അതെ തോരൻ തരാം കേട്ടോ. പുട്ട് കഴിക്കൊണ്ടായിരിക്കും. ആണോ? പുട്ടോ? പുട്ടില് മതി നോക്കൂ. എനിക്ക് പുട്ട് പുട്ടോട്ടെ? അത്ര മതി. മതി. അപ്പം നമുക്ക് ഇവ കഴിച്ച് കഴിഞ്ഞിട്ട് പോകുന്നത് വീഡിയോ എടുക്കാം. അതായത് പ്രയർ റൂട്ടീനല്ല, പോകുന്നതിന് മുന്നുള്ള പ്രയറും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിടാം. ഇതാണ് കറി കേട്ടോ. ഒരു ചിക്കൻ, ഇത്തിരി വെളുത്തുള്ളി അച്ചാർ, പിന്നെ നമ്മുടെ നേരത്തെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, പിന്നെ ചോറ് കുറച്ച് മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പം അവരോട് ചെന്നിട്ട് അത് കഴിച്ചോളും അല്ല. ഇവ ആദ്യം വിയർക്കും ആട്ടോ. അപ്പം നമുക്കപ്പം എന്നിട്ട് കാണാം. ബൈ. പിന്നെ ഇവതേ ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം പ്രെയർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ വിട്ടത്. ഈ ഡ്രസ്സ് ഇന്നലെ ഞാൻ കാണിച്ചതാണ്. കോട്ടൺ ക്രോപ്പ് ടോപ്പായിരുന്നു. നല്ല സുഖമാണല്ലോ ഇടുമ്പം. ഉണ്ണിയങ്കിളാണ് നമ്മളുടെ ഓട്ടോയ്ക്ക്. എന്നും ഉണ്ണിയങ്കിൾ തന്നെയാണ്. ഉണ്ണിയങ്കിൾ ഞങ്ങൾ ഒരുപാട് നാളായി, 1 ഇയർ എബോവ് ആയി. ഇവിടെ വന്നതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിയങ്കിളിനെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവക്കുട്ടി ഇതേ നമ്മളിവിടെ പോവുകയായി. ബൈ, സി യു.